Okay, today we are discussing about torque. What do you mean by torque? So, linear motion force, അത് റൊട്ടേഷൻ മോഷനിലേക്ക് വരുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ടോർക്ക്. ഓക്കെ, എന്താണ് ടോർക്ക്? ടോർക്ക്, വാട്ട് യു മീൻ ബൈ ടോർക്ക്? ടോർക്ക് ഈക്വൽ ടു R cross F. This is the torque, where R is the position vector or radius vector and F is the applied force. So we know that A cross B equal to AB sin theta. A cross B equal to AB sin theta. Similarly, R cross F equal to RF sin theta. അപ്പോൾ ടോ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? RF sin theta. Okay. Then ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? സോ ആർ എന്ന് പറയുന്നത് മീറ്റർ, ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ മീറ്റർ. ദെൻ സൈൻ തീറ്റ അതിന് യൂണിറ്റ് ഇല്ല. സോ ന്യൂട്ടൺ മീറ്റർ, അതാണ് ഇതിന്റെ യൂണിറ്റ്, ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് ദ യൂണിറ്റ്, ന്യൂട്ടൺ മീറ്റർ. ദെൻ ഡയമെൻഷൻ ഫോർമുല എന്താ? ന്യൂട്ടൺ എന്ന് പറയുന്നത് mL/T⁻², mL/T⁻². ദെൻ മീറ്റർ എന്ന് പറയുന്നത് L ആണ്, ദാറ്റ് ഈസ് mL²T⁻². ദിസ് ഈസ് ദ ഡയമെൻഷൻ ഫോർമുല. ഇനി നമുക്ക് ടോർക്ക് എന്ന് പറയുന്നത് ആക്ച്വലി റൊട്ടേഷൻ മോഷനിൽ ഉള്ള ഫോഴ്സിനെയാണ് ടോർക്ക് എന്ന് പറയുന്നത്. We know that according to Newton's second law, F equal to എന്താ? That is dp/dt. Linear force equal to dp/dt. ഇത് റൊട്ടേഷൻ മോഷനിലേക്ക് വരുമ്പോൾ എന്താവും? ഫോഴ്സ് ടോർക്കായി മാറും. ടോ ഈക്വൽ ടു dL/dt ഇത് വരും. L is the angular momentum. Okay. Then, according to Newton's second law, F equal to ma. ഇത് നമുക്കറിയാം, ഫോഴ്സ് ഈക്വൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ദെൻ റൊട്ടേഷൻ മോഷനിൽ ഈ ഫോഴ്സ് എന്താണ്? ടോർക്കായി മാറും. അതുപോലെ മാസ്, ലീനിയർ മോഷനിലെ മാസ് ആണ് റൊട്ടേഷൻ മോഷനിൽ മൊമെന്റ് ഓഫ് ഇനീഷ്യ. അതുപോലെ ആക്സിലറേഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് ആൽഫ. ദിസ് ഈസ് ആംഗുലാർ ആക്സിലറേഷൻ. അപ്പോൾ ടോ ഈക്വൽ ടു നമുക്ക് എന്തൊക്കെ എഴുതാം? ഐ ആൽഫ എന്ന് എഴുതാം, ഐ ആൽഫ. പിന്നെ ടോ ഈക്വൽ ടു എന്ത് എഴുതാം? ദാറ്റ് ഈസ് dL/dt. അതുപോലെ ടോ ഈക്വൽ ടു എന്താ? R cross F. ഇതൊക്കെ ടോർക്കിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, ദെൻ നമുക്ക് ടോർക്ക് എന്ന് പറയുന്നത് ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ലിവർ ആം എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ലിവർ ആം. സോ നെക്സ്റ്റ് വൺ, ടോർക്ക് ഈക്വൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഒരു ആക്സിസ് വരച്ചിട്ടുണ്ട്, XY ആക്സിസ്, XY. ഓക്കെ, ദെൻ ഇവിടെയാണ് പാർട്ടിക്കിൾ ഉള്ളത്. ഓക്കെ, പാർട്ടിക്കിൾ P എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഇവിടെയുണ്ട്. സോ ഞാൻ ഇവിടുന്ന് സെന്ററിൽ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, ദാറ്റ് ഈസ് ദ റേഡിയസ് വെക്ടർ R. ഓക്കെ, റേഡിയസ് വെക്ടർ R. ദെൻ അതുപോലെ സോ ഈ സെന്ററിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് PQ. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. എത്രയാണ്? 90 ഡിഗ്രി. പക്ഷെ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് 90 ഡിഗ്രി പോലെ നമുക്ക് തോന്നില്ല, കാരണം അത് 2 ഡയമെൻഷൻ ആയതുകൊണ്ടാണ്. ആക്ച്വലി ഇത് 3 ഡയമെൻഷണൽ കേസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, ഇവിടെയാണ് പാർട്ടിക്കിൾ ഉള്ളത്. അപ്പം ഇതാണ് OQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ആക്ച്വലി ഇങ്ങനെ വരിക. ഓക്കെ, അപ്പം ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഞാനൊരു പേപ്പർ കൊണ്ടൊരു മോഡൽ ആക്കിയത് മാത്രമാണ്. സോ ഈ പാർട്ടിക്കിൾ ഇവിടെയുണ്ട്. ദിസ് ഈസ് ദ ഒറിജിൻ, ദിസ് ഈസ് OQ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കൂ, ഈ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ 90 ആണ്. പക്ഷേ ഈ ഫിഗറിൽ ഈ ആംഗിൾ 90 പോലെ തോന്നില്ല, കാരണം ഇത് 2 ഡയമെൻഷണൽ കേസ് ആയതുകൊണ്ടാണ്. 3 ഡയമെൻഷനാണ് ഒറിജിനൽ കേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പാർട്ടിക്കിൾ, അപ്പോൾ ഇവിടെയാണ് പാർട്ടിക്കിൾ ഉള്ളത്. ഇതിനെ എനിക്ക് റൊട്ടേറ്റ് ചെയ്യിക്കണം. ഞാൻ എന്താ ചെയ്യാം? ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ഞാൻ എങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യണം? സോ ദിസ് ഈസ് റേഡിയസ് വെക്ടർ, ദിസ് ഈസ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഈ റേഡിയസ് വെക്ടറും ഡയറക്ഷൻ ഓഫ് ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. എന്നാലായിരിക്കും ഇവിടെ പെർഫെക്റ്റ് റൊട്ടേഷൻ നടക്കുക. മനസ്സിലായോ?
That means tau equal to RF sin theta. കാരണം ഈ രണ്ട് ആംഗിളും അല്ലേ ഏതാണ് റേഡിയസ് വെക്ടറും ഫോഴ്സും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് tau equal RF sin theta. We know that sin 90 tau equal to RF sin 90. We know that sin 90 equal to 1. Then tau equal to എന്താ RF sin theta അല്ലെ RF എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ ഇങ്ങനെയാണുള്ളത്. അപ്പം ഇതാണ് റേഡിയസ് വെക്ടർ, ഇവിടെയാണ് പാർട്ടിക്കിൾ ഉള്ളത്. ഞാൻ ഈ റേഡിയസ് വെക്ടറിന് പാരലായിട്ട് ഫോഴ്സ് അപ്ലൈ ആണെങ്കിലോ ഈ പാർട്ടിക്കിൾ എങ്ങോട്ട് മൂവ് ചെയ്യും? ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പൊ റേഡിയസ് വെക്ടറിന് പാരലായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തീറ്റ എത്രയാ? തീറ്റ 0 ആണ്. ആറും എഫും തമ്മിലുള്ള തീറ്റ എന്താണ്? 0 ആണ്. ദാറ്റ് മീൻസ് സൈൻ 0 എത്രയാ? 0. അപ്പം സൈൻ 0 when theta equal to 0 that is tau equal to എന്താ വരിക? RF sin 0. Then sin 0 equal to 0. That is tau equal to 0. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, റേഡിയസ് വെക്ടറിന് പാരലൽ ആയിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ബോഡി എങ്ങനെ മൂവ് ചെയ്യുക? ഇങ്ങനെ മൂവ് ചെയ്യും. ദിസ് മോഷൻ ഈസ് ലീനിയർ മോഷൻ. അപ്പൊ ലീനിയർ മോഷനിലെ ടോർക്ക് എന്താ? 0. അതേസമയം പെർഫെക്റ്റ്ലി റൊട്ടേഷൻ മോഷൻ അല്ലെ, പെർഫെക്റ്റ്ലി റൊട്ടേഷൻ മോഷനിലെ തീറ്റ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഫോഴ്സ് 80 ഡിഗ്രിയിൽ അപ്ലൈ ചെയ്താലോ റൊട്ടേഷൻ മോഷൻ തന്നെയായിരിക്കും, പക്ഷെ ഇങ്ങനെയുള്ള ഡയറക്ഷൻ ആയിരിക്കും. ദെൻ 70-ലാകുമ്പോഴോ ഇങ്ങനെയായിരിക്കും അല്ലെ, ഒരു പെർഫെക്റ്റ് സർക്കുലർ മോഷൻ ആയിരിക്കില്ല, ചെറുതായിട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഈ സൈൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചോളുക. അതായത് രണ്ട് ക്വാണ്ടിറ്റി മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ അതിന്റെ എഫക്റ്റ് മാക്സിമം ആകുന്നെങ്കിൽ അവിടെ നമ്മൾ സൈൻ തീറ്റ എന്നുള്ള ടേം വരും. കാരണം സൈൻ തീറ്റയുടെ വാല്യൂ മാക്സിമം 1 ആണ്, അത് തീറ്റ 90-ലാണ്. ഇനി ചില കേസിൽ രണ്ട് ക്വാണ്ടിറ്റി പാരലൽ ആകുന്ന സമയത്താണ് അതിന്റെ റിസൾട്ടന്റ് മാക്സിമം ആകുന്നെങ്കിൽ അവിടെ നമ്മൾ കോസ് തീറ്റ എന്ന് പറയുന്ന ടേം ഉണ്ടാവും. സോ ഇതിന്റെ ഫിസിക്കൽ മീനിങ് എങ്ങനെയാണ്? കാരണം പാരലൽ ആകുന്ന സമയത്ത് തീറ്റ 0 ആകുന്ന സമയത്ത് മാക്സിമം വരുന്ന വാല്യൂ കോസ് ആണ്, അതുകൊണ്ടാണ് അവിടെ കോസ് ചേർക്കുന്നത്. അപ്പൊ നമ്മൾ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഫിസിക്കൽ കൺസെപ്റ്റ് നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നമുക്കിനി ഇതിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഇതിലേക്ക് വരാം. നമുക്കറിയാം tau equal, ഫസ്റ്റ് ഇക്വേഷൻ എന്താ? tau equal to RF sin theta. ഓക്കെ, ഞാൻ ഇനി ഇവിടെ എടുക്കുന്നു. സോ ഇത് ആംഗിൾ തീറ്റയാണ്. ദിസ് ഈസ് ആംഗിൾ തീറ്റ. ഓക്കെ, ഈ ആംഗിൾ ആണ് ഞാൻ ഉദ്ദേശിക്കുന്ന തീറ്റ. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ എന്തായിരിക്കും? അതായത് ഇവിടെയുള്ള ട്രയാങ്കിൾ OPQ അല്ലെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ OPQ ഏതാണ്? ഇതാ OPQ. ഓക്കെ, OPQ ദാറ്റ് ഈസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പൊ ഈ ഫിഗറിൽ എവിടെയാണ്? ദാറ്റ് ഈസ് OP അല്ലെ, OPQ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതാണ് തീറ്റ. അപ്പൊ സൈൻ തീറ്റ എന്താണ് വരിക? സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. നോക്കൂ, ഇവിടെ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? ഓപ്പോസിറ്റ് സൈഡ് അല്ലെ. സൈൻ തീറ്റ ഈക്വൽ ടു എന്താണ്? OQ ഡിവൈഡ് ബൈ ദെൻ ഹൈപ്പോട്ടനസ് എന്താ? OP. ദാറ്റ് ഈസ് സൈൻ തീറ്റ ഈക്വൽ ടു OQ അല്ലെ, OQ ഡിവൈഡ് ബൈ R എന്ന് വരും. That is R sin theta equal to എന്താ? R sin theta equal to OQ എന്ന് വരും. R sin theta equal to OQ അല്ലേ. Then നമ്മൾ നോക്കുക, ഈ R sin theta യുടെ വാല്യൂ എന്താ? OQ. നിങ്ങൾ ഇവിടെ കണ്ടോ, ഇവിടെ R ഉണ്ട്, ഇവിടെ sin theta ഉണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ 1ലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. OQ യുടെ വാല്യൂ ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Then equation become tau equal to R sin theta എന്താ? OQ. That is force into OQ എന്ന് വരും. OQ. ഓക്കെ, ഇവിടെ OQ എന്ന് പറഞ്ഞാൽ എന്താ? OQ is known as liver arm. ഈ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? ലിവർ ആം. അപ്പൊ എനിക്ക് ടോർക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ലിവർ ആം. ഓക്കെ, ടോർക്ക് ഈക്വൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം. ഓക്കെ, OQ ഈക്വൽ R sin theta. അപ്പൊ ഇവിടെ നിങ്ങൾ R sin theta സ്ഥാനത്ത് OQ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്താ വരിക? tau ഈക്വൽ ടു അല്ലെ F ഇൻറ്റു OQ എന്ന് വരും. F ഇൻറ്റു OQ. ഇവിടെ OQ എന്താ പറയാ? OQ is known as liver arm. OQ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, OQ is known as liver arm. OQ is known as liver arm. അപ്പം ആ ടോർക്ക് ഈക്വൽ എന്ത് എഴുതാം? ഫോഴ്സ് ഇൻറ്റു ലിവർ ആം.
അപ്പോൾ ടോർക്കിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫോഴ്സ് ഇൻറ്റു ലിവർ ആണ്. ഓക്കെ, അപ്പം ഈ ബോഡീനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതും അതുപോലെ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതും രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ലിവർ ആണ്. സോ അടുത്തായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ്റെ അപ്ലിക്കേഷനിലേക്ക് പോകാം. ഓക്കെ, ഹലോ സ്റ്റുഡൻസ്, നമുക്ക് ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ലിവർ ആം അതിൻ്റെ അപ്ലിക്കേഷനിലേക്ക് വരാം. സോ ഈ ഡോറ് ഞാനിപ്പം ഓപ്പൺ ചെയ്യാണ്, അല്ലെങ്കിൽ അപ്പം അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതെന്താണ്? ഇതൊരു സെമി സർക്കുലാർ മോഷനാണ്. ഓക്കെ, അപ്പോൾ സർക്കുലാർ മോഷൻ ഉണ്ടാകുമ്പം അവിടെ ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ദെൻ വി നോ ദാറ്റ് ടോർക്ക് ഈക്വൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം. നമ്മൾ എപ്പോഴും എന്തിനാ ശ്രമിക്കുക? ചെറിയ ഫോഴ്സിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ടോർക്ക് സെയിം ആയിരിക്കും. അപ്പോൾ ടോർക്ക് ഈക്വൽ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം. അപ്പം ഫോഴ്സ് കുറക്കണമെങ്കിൽ എന്ത് കൂട്ടിയാൽ മതി? ലിവർ ആം കൂട്ടിയാൽ മതി. സോ ലിവർ ആം എന്ന് പറയുന്നത് ദിസ് ഈസ് ആക്സിസ്. ആക്സിസ് മുതൽ ഇവിടെ വരെയുള്ള, ഇവിടെയാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ലിവർ ആം. ഓക്കെ, അപ്പം ഞാൻ ഈ ലിവർ ആമിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കുറവായിരിക്കും. അതേസമയം ഈ ഹാൻഡിൽ ഞാൻ ഇവിടെയാണോ വെച്ചിട്ടുണ്ടെങ്കിലോ ലിവർ ആം കുറഞ്ഞു, സോ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെയാണെങ്കിലോ വീണ്ടും കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അതുകൊണ്ടാണ് ഒരു ഡോറിൻ്റെ ഹാൻഡിൽ അതിൻ്റെ ഏറ്റവും എൻഡിൽ വെക്കുന്നത്. അതായത് ആക്സിസിൻ്റെ ഏറ്റവും എൻഡിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ഫോഴ്സിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ദറ്റ് മീൻസ് ടോർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ലിവർ ആം. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ കമ്പാരിസൺ ബിറ്റ്വീൻ ലീനിയർ ക്വാണ്ടിറ്റി ആൻഡ് റൊട്ടേഷണൽ ക്വാണ്ടിറ്റി. നമുക്ക് രണ്ടും കൂടി കമ്പയർ ചെയ്യാം. സോ ലീനിയർ ക്വാണ്ടിറ്റി ആൻഡ് റൊട്ടേഷണൽ ക്വാണ്ടിറ്റി. സോ ലീനിയർ ഓക്കെ, linear quantity, then rotational quantity, നമുക്ക് ഇത് രണ്ടും കമ്പയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ലീനിയർ ക്വാണ്ടിറ്റി. ഡിസ്പ്ലേസ്മെന്റ്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ സാധാരണ എസ് എന്ന് പറയുന്ന ലെറ്ററിലാണ് റെപ്രസെന്റ് ചെയ്യുക. യൂണിറ്റ് എന്താണ്? യൂണിറ്റ് മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ. ഓക്കെ, ഇനി റൊട്ടേഷണൽ മോഷനിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്താകുക? റൊട്ടേഷൻ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് മാറിക്കൊണ്ടിരിക്കുന്നത്? ആംഗിൾ അല്ലേ? അപ്പോൾ ഇവിടെ റൊട്ടേഷൻ മോഷനിൽ ഇത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്നാ പറയുക. ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇത് തീറ്റയാണ്. ഇത് തീറ്റ. ദെൻ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് റേഡിയൻ ആണ്. റേഡിയൻ. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് എന്താണ്? ഇതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ലീനിയർ ക്വാണ്ടിറ്റി. അടുത്തത് വെലോസിറ്റി. ലീനിയർ വെലോസിറ്റി അല്ലെ? വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? യൂണിറ്റ് എന്താണ്? ദാറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ എന്താ വരിക? ആംഗുലാർ വെലോസിറ്റി അല്ലേ? ആംഗുലാർ വെലോസിറ്റി ഏതാ ലെറ്റർ? ഒമേഗ എന്നുള്ള ലെറ്റർ ആണ്. ഒമേഗ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പൊ ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് ഈസ് തീറ്റ. ടൈം എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. ലീനിയർ ടൈം, റൊട്ടേഷൻ ടൈം ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യൂണിറ്റ് എന്താണ്? തീറ്റയുടെ യൂണിറ്റ് എന്താ? റേഡിയൻ ആണ് അല്ലേ? ദെൻ ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആക്സിലറേഷൻ. എന്താണ്? ആക്സിലറേഷൻ. ഓക്കെ, ആക്സിലറേഷൻ എ എന്ന് പറയുന്ന ലെറ്റർ. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് വെലോസിറ്റി ബൈ ടൈം ആണ് അല്ലെ? വെലോസിറ്റി ബൈ ടൈം. യൂണിറ്റ് എന്താ? മീറ്റർ പെർ അല്ലെ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി ഇവിടെ എന്താ വരിക? റൊട്ടേഷൻ മോഷനിലെ ആംഗുലാർ ആക്സിലറേഷൻ.
ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ എന്ന് പറയുന്ന ടേമാണ് ആംഗുലാർ ആക്സിലറേഷൻ. അപ്പൊ ആംഗുലാർ ആക്സിലറേഷൻ ആൽഫ. നോക്കൂ, ആക്സിലറേഷൻ ലീനിയർ ആക്സിലറേഷൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ? അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി ആണ് ഇവിടുത്തെ ആംഗുലാർ വെലോസിറ്റി. അപ്പൊ ഇവിടെ എന്താ എഴുതുക? ഈ വെലോസിറ്റിക്ക് വരെ ഒമേഗ ആംഗുലാർ വെലോസിറ്റി ബൈ ടൈം, ദാറ്റ് ഈസ് റേഡിയൻ പെർ എന്താണ് സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇനി ഫോർത്ത് വൺ, ലീനിയർ മോഷനിലുള്ള മാസ് അല്ലെ? മാസ്, ലീനിയർ മോഷനിലുള്ള മാസ് നമ്മൾ എം എന്നുള്ള ലെറ്ററിലാണ് റെപ്രസെന്റ് ചെയ്യുക. യൂണിറ്റ് കിലോഗ്രാം ആണ്, കിലോഗ്രാം ആണ് യൂണിറ്റ്. ഓക്കെ, ഈ ലീനിയർ മോഷനിലുള്ള മാസ് ആണ് റൊട്ടേഷൻ മോഷനിലെ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് വരിക? ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനീഷ്യ, മൊമെന്റ് ഓഫ് ഇനീഷ്യ, ഇനീഷ്യ. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനീഷ്യ. അപ്പോൾ ലീനിയർ മോഷനിലുള്ള മാസിനെയാണ് റൊട്ടേഷൻ മോഷനിൽ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്ന് പറയുന്നത്. സോ എക്സാമിന് പലപ്പോഴും ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്? ആൻസർ മൊമെന്റ് ഓഫ് ഇനീഷ്യ. ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ. അതായത് ലീനിയർ ക്വാണ്ടിറ്റിയിലുള്ള മാസ് റൊട്ടേഷൻ ക്വാണ്ടിറ്റിയിലേക്ക് വരുമ്പോൾ എന്താണ് ആയി മാറുന്നത്? ഓക്കെ, അതിന്റെ ഇക്വേഷൻ ഐ ഈക്വൽ ടു എന്താണ്? എം ആർ സ്ക്വയർ എന്നുള്ളതാണ്. ഓക്കെ, ദെൻ യൂണിറ്റ് നമുക്ക് നോക്കാം. എന്താ മാസ് എന്ന് പറയുന്നത്? കിലോഗ്രാം. ആർ സ്ക്വയർ എന്താ? മീറ്റർ സ്ക്വയർ. ദിസ് ഈസ് യൂണിറ്റ്. ഓക്കെ, ഓക്കെ, ദെൻ ഇവിടെ നോക്കുക, ലീനിയർ വെലോസിറ്റി. എന്താണത്? ലീനിയർ വെലോസിറ്റി, സോറി ലീനിയർ വെലോസിറ്റി, ലീനിയർ മൊമെന്റം. വെലോസിറ്റി നമ്മൾ പറഞ്ഞു, ലീനിയർ മൊമെന്റം. മൊമെന്റം, മൊമെന്റം നമുക്കറിയാം എന്താണ്? പി ഈക്വൽ ടു എം വി അല്ലെ? യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ഇതിന്റെ യൂണിറ്റ്. റൊട്ടേഷൻ മോഷനിൽ എന്താണ്? ദാറ്റ് ഈസ് ആംഗുലാർ മൊമെന്റം അല്ലെ? ആംഗുലാർ മൊമെന്റം. ഓക്കെ, ആംഗുലാർ മൊമെന്റം. അത് റെപ്രസെന്റ് ചെയ്യുന്ന എൽ ഈക്വൽ എൽ ആണ്. എൽ ഈക്വൽ ടു ആർ ക്രോസ് പി. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, എൽ ഈക്വൽ ടു ആർ ക്രോസ് പി. ഓക്കെ, മറ്റൊരു ഇക്വേഷൻ എന്താ? അതായത് പി ഈക്വൽ എം വി അല്ലേ? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വേറെ ഇക്വേഷൻ എഴുതി കൂടെ? പി എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? എൽ ആയിട്ട് മാറി. എം ലീനിയർ മോഷനിലെ മാസ് റൊട്ടേഷൻ മോഷനിലാകുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ. അപ്പൊ എമ്മിന് പകരം എന്ത് കൊടുക്കാം? ഐ എന്ന് കൊടുക്കാം. പിന്നെ ലീനിയർ മോഷനിലെ വെലോസിറ്റി റൊട്ടേഷൻ മോഷനിലേക്ക് പോകുമ്പോൾ ഒമേഗ ആംഗുലാർ വെലോസിറ്റി. അപ്പൊ എൽ ഈക്വൽ ടു എന്താ? ഐ ഒമേഗ. അപ്പൊ രണ്ട് ഇക്വേഷൻ ആയി. എൽ ഈക്വൽ ടു ആർ ക്രോസ് ബി, ദെൻ എൽ ഈക്വൽ ടു ഐ ഒമേഗ. ഓക്കെ, ദെൻ അടുത്തത് വീണ്ടും നമ്മളെ ലീനിയർ ക്വാണ്ടിറ്റി റൊട്ടേഷൻ ക്വാണ്ടിറ്റിയിലേക്ക് പോവാണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദിസ് ഈസ് ലീനിയർ, ദിസ് ഈസ് റൊട്ടേഷണൽ. ഓക്കെ, നമ്മളെ അടുത്തത് ആറാമത്തെ ക്വാണ്ടിറ്റി നമുക്ക് നോക്കാം. എന്താണ്? ദാറ്റ് ഈസ് സിക്സ്ത് വൺ. ഓക്കെ, നമ്മൾ അടുത്തത് നമുക്ക് ഫോഴ്സ് അല്ലെ? ഫോഴ്സ് ഇവിടെ ഉണ്ടാകുന്നത് ലീനിയർ മോഷനിലെ ഫോഴ്സ്. ഇത് റൊട്ടേഷൻ മോഷനിൽ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ലീനിയർ മോഷനിലെ ഫോഴ്സ് റൊട്ടേഷൻ മോഷനിൽ എന്തായി മാറും? ടോർക്കായി മാറും. ഓക്കെ, ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? F ഈക്വൽ ടു എം എ അല്ലെ? ഇതിന്റെ യൂണിറ്റ് എന്താണ്? ദാറ്റ് ഈസ് ന്യൂട്ടൺ. ദെൻ ടോർക്കിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ മീറ്റർ എന്നാ വരിക, ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ദെൻ ഈ F ഈക്വൽ ടു എം എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ എന്താ എഴുതാൻ പറ്റും? ഈ F ഇവിടെ എത്തുമ്പോൾ എന്താവും? ദാറ്റ് ഈസ് ടോർക്ക്. എം എന്തായിട്ട് മാറും? ഐ. ഈ എ എന്ന് പറഞ്ഞാൽ എക്സലറേഷൻ, ദാറ്റ് ഈസ് ആൽഫ, ദാറ്റ് ഈസ് ഐ ആൽഫ. ടോ ഈക്വൽ ടു ഐ ആൽഫ, ഒരു ഇക്വേഷൻ. മറ്റൊന്ന് F ഈക്വൽ ടു നമുക്കറിയാം, F ഈക്വൽ ടു ഡി പി ബൈ ഡി ടി നമുക്കറിയാലോ അല്ലേ? ഡി പി ബൈ ഡി ടി അറിയാം. ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ടോ ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി എന്ന് വരും. ഓക്കെ, ഡി എൽ ബൈ ഡി ടി. ഓക്കെ, ദെൻ ടോർക്കിന് മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. ടോർക്ക് ഈക്വൽ ടു എന്താണ്? ആർ ക്രോസ് എഫ് എന്ന് പറയും, ആർ ക്രോസ് എഫ്. ഇതൊക്കെ ടോർക്കിന്റെ ഇക്വേഷൻ, ആർ ക്രോസ് എഫ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി, സെവൻത് വൺ കൈനറ്റിക് എനർജി. ഓക്കെ, കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഈക്വൽ ടു എന്താണ്? ഹാഫ് എം വി സ്ക്വയർ. That is linear kinetic energy. But in the case of rotational kinetic energy,
റൊട്ടേഷണൽ കൈനറ്റിക് എനർജി റൊട്ടേഷൻ ഈക്വൽ ടു 1/2 അതുപോലെ തന്നെ എഴുതാം. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഓക്കെ, ദിസ് ഈസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ഇനി 8th പവർ ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഇതാണ് പവർ, ലീനിയർ പവർ. ഇനി റൊട്ടേഷണൽ പവർ എന്തായിരിക്കും? റൊട്ടേഷണൽ പവർ റൊട്ടേഷൻ ഈക്വൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ടോ ആണ്. വെലോസിറ്റി എന്താ? വെലോസിറ്റി ഈക്വൽ ടു എന്താ വരിക? ഫോഴ്സ് ടോ ആയി, വെലോസിറ്റി ഈക്വൽ ടു ഒമേഗ. ഓക്കെ, ദെൻ റൊട്ടേഷണൽ പവർ ഈക്വൽ ടു ടോ ഒമേഗ. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഇത് ബ്രീഫ് ചെയ്യാം. ആദ്യം comparison between linear quantity and rotational quantity. First one, displacement. Linear displacement, unit meter, but in the case of rotational motion, it is known as angular displacement, rotation theta, then unit radian. So next one, velocity. Linear motion velocity equal to displacement by time, unit meter per second. Rotational motion le angular velocity, that is omega equal theta by t, then unit radian per second. So next one, acceleration equal to velocity by time, unit meter per second square. Then here angular acceleration, that is alpha equal to omega by t, unit radian per second square. Then next one, linear motion mass, unit kilogram. Then adana rotation motion moment of inertia ennu equation I equal to mass square unit kilogram meter square. Then momentum, linear momentum, P equal to mv unit kilogram meter per second. But in the case of angular momentum, then the equation L equal to r cross P, then L equal to I omega. So next one, linear motion of force, rotation motion torque unit Newton meter. Okay, so ഇവിടെ question ചോദിക്കാം, what is the rotational analog of force? Answer, torque. Okay, then here F equal to dp by dt, ഇവിടെ എന്താ? tau equal to dl by dt, then tau ന് വേറെ equation r cross f, or tau equal to force into lever arm. ഇതൊക്കെ torque equation ആണ്. Okay, next one, kinetic energy equal to half mv square. Rotational kinetic energy എന്താ? half I omega square. Then power, linear power, that is force into velocity, but in the case of rotational motion, torque into omega. Okay, this is the comparison between linear quantity and rotational quantity. Okay, next one, equation of motion. നമ്മുടെ linear quantity ലെ rotational quantity equation of motion എങ്ങനെ വരും? Okay, നമുക്ക് equation of motion നമുക്ക് അറിയാം. അപ്പോൾ linear കേസിൽ എന്താണ് equation of motion? That is v equal to u plus at. നമുക്കറിയാം, v is the final velocity, u is the initial velocity, a is the acceleration, t is the time. Okay, then is our rotational quantity, rotational. Okay, rotational എന്താണ്? ഈ v എന്ന് പറയുന്നത് ഇവിടെ എത്തുമ്പോൾ ഒമേഗ ഓഫ് ടി ആണ്. സോ v എന്ന് പറയുന്നത് ആക്ച്വലി v ഓഫ് ടി എന്നാണ്. v എന്നുള്ളത് ആക്ച്വലി എന്താ? v ഓഫ് ടി ആണ്. ഇതെന്താണ്? v ഓഫ് 0 ആണ്. ഈക്വൽ ടു at ഇങ്ങനെയാണ് ആക്ച്വലി ഈക്വേഷൻ. അപ്പോൾ ഒമേഗ ഓഫ് ടി ഈക്വൽ ടു u എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒമേഗ ഓഫ് 0, ഒമേഗ ഓഫ് 0 പ്ലസ് k എന്ന് പറയുന്നത് ആൽഫ പിന്നെ dt ആണ്. അപ്പോൾ v equal to u plus at എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? omega of t equal to omega of 0 plus alpha t, where omega of t is the final angular velocity, omega of 0 initial angular velocity, alpha angular acceleration. Okay, ഇത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് പോകും. That is s equal to എന്താണ്? ut plus half at square. അല്ലെങ്കിൽ നമുക്ക് s അല്ലേ, this is displacement. അപ്പോൾ ഇത് റൊട്ടേഷൻ മോഷൻ എന്താവും? തീറ്റ ഈക്വൽ ടു u ന് പകരം എന്തായിരിക്കും? ഒമേഗ ഓഫ് 0 into t plus 1/2 alpha t. So s equal to ut plus half at square ന് പകരം ഇവിടെ വരുന്നത് തീറ്റ ഈക്വൽ ടു ഒമേഗ ഓഫ് 0 t into half alpha t, ut plus half at square അല്ലേ, half ut plus half at square. അപ്പോൾ ആൽഫ 1/2 alpha t square. Then third one, that is v square equal to u square plus 2as. like v of t square equal to then v of 0 square plus 2 alpha 2as. ഇതിനെ ഈക്വേഷൻ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതെങ്ങനെ ഇപ്പുറത്തേക്ക് വരിക? that is omega of t square equal to
omega of 0 square plus 2, okay, 2 alpha theta. 2 alpha theta. Okay, so this is the equation of motion. അപ്പോൾ മൂന്ന് equation of motion ലീനിയർ മോഷനിലെ റൊട്ടേഷൻ മോഷൻ എങ്ങനെയാ വരിക എന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ v equal to plus ഇവിടെ വരും omega of t equal omega of 0 plus alpha t. Then here s equal ut plus half t square. Here theta equal omega of 0 into t plus 1 by 2 alpha t square. Then here v square equal u square plus 2as. Here omega square t equal omega square 0 plus 2 alpha theta. So this is the comparison of equation of motion in linear motion and rotation motion. Okay, so ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്